അസ്സലാമലൈക്കും. ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ രാവിലെ തന്നെ ഫ്രീസറിലുള്ള ഐറ്റംസൊക്കെ ഇറക്കുകയാണ് കേട്ടോ. എന്നൊന്നുമില്ല, നമ്മൾ ഇന്നലെ അയില മത്തിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതിൽ അയില എടുത്ത് ഇന്ന് അയിലക്കറിയും ഫ്രൈ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. വെള്ളത്തിലാണ് ഞാൻ ഇട്ടിട്ട് ഫ്രീസറിൽ വെക്കാറുള്ളത്, അപ്പം ഫ്രഷ് ആയിട്ട് ഇരിക്കും കേട്ടോ. കുറേ ആൾക്കാർ അങ്ങനെ ചെയ്യാറുണ്ട് അല്ലേ, ചെയ്യുന്നവരെന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ വാതിലൊക്കെ തുറന്നു. ഇന്ന് ജിമ്മിന് പോയിട്ടുണ്ടായിരുന്നില്ല, ഇന്ന് മടി കാണിച്ചത് മോനാണ്. മോനക്ക് റിസ്റ്റ് വേദന എന്ന് പറഞ്ഞപ്പോൾ ശരി എനിക്കും പിന്നെ വേണ്ട എന്ന് വെച്ചു കേട്ടോ. അപ്പോൾ കർട്ടന് സാധാരണ എല്ലാവരും തുറന്ന് വെക്കുന്നത് ഞാൻ ക്ലോസ് ചെയ്ത് വെക്കണമുണ്ട് ഇല്ല രാവിലെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു പൂച്ചകളുണ്ട് വീട്ടിൽ. നമ്മളോട് ചോദിക്കാണ്ട് വീട്ടിൻ്റെ ഉള്ളിൽ കയറി വരണമെന്ന് പൊതുവെ അങ്ങനെ തന്നെയാണ്. പക്ഷേ എന്താ പറയുക, പെട്ടെന്നുണ്ടാവും കാലിൻ്റെ അടിയിൽ കൂടെയൊക്കെ ഒരു 4 പൂച്ചകളുണ്ട് കേട്ടോ. പൊതുവേ ഞാൻ പൂച്ചകളോടൊക്കെ വർത്താനം പറയാറുണ്ട്, കാണുമ്പോൾ എന്തുവാ എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. നിങ്ങൾ ചോദിക്കാറുണ്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ പൂച്ചകളെ ഇങ്ങനെ പെട്ടെന്ന് ഉള്ളിലോട്ട് വന്നിങ്ങനെ നമ്മളെ കാണുമ്പോൾ ഓടുമ്പോഴാണ് പൂച്ച ഉണ്ടായിരുന്നോ ഇത്രയും നേരം എന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഇതുവരെ ഒന്നും തട്ടിയിടുകയൊന്നും ചെയ്തിട്ടില്ല. അതിൻ്റെ അമ്മ പൂച്ച ഒരു പ്രാവശ്യം അടുക്കളയിൽ കയറി മീനും കറിയും ഒക്കെ തട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ദേഷ്യം വന്നു കേട്ടോ. കാരണം നമ്മൾ കൊടുക്കണതും പോരാ, എന്നിട്ട് വീണ്ടും അവർ മോഷ്ടിക്കാൻ വരുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, കർട്ടനൊക്കെ ഇതാക്കി. ഇപ്പോൾ ഫ്രണ്ടിൽ ആളിരുന്നിട്ടില്ലെങ്കിൽ ഉള്ളിൽ എന്തായാലും പൂച്ച കയറുന്നുണ്ട്. അപ്പോൾ മിക്കവാറും ഫ്രണ്ടിലത്തെ വാതിലും ഇപ്പോൾ അടച്ചിടേണ്ട അവസ്ഥയാണ് കേട്ടോ. തണുപ്പ് കാരണം ഉപ്പയും ഉമ്മയും ഉള്ളിലാണ് ഇരിക്കുന്നത്, ഉപ്പയാണ് ഇരിക്കുന്നത്. പിന്നെ ഉപ്പാക്കൊരു കമ്പനിക്ക് ഇരിക്കുന്നു എന്ന് മാത്രം കേട്ടോ. അങ്ങനെ ചായ വയ്ക്കാനുള്ള പുറപ്പാടിലാണ് ഞാൻ. എല്ലാം സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊന്നും ഉണ്ടാക്കാൻ വേണ്ടി നന്നാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇച്ചിരി കൂടുതൽ തന്നെ ഞാൻ ഉണ്ടാക്കി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ഫിഷ് ഉണ്ടാക്കണം, രാവിലത്തേക്ക് ആവശ്യമുണ്ട്, പിന്നെ പിറ്റേ ദിവസത്തേക്ക് ആവശ്യമുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് കൂടുതൽ തന്നെ അങ്ങ് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ചായ ആയിട്ടുണ്ട്, ഇതൊന്നും ഇനി അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ പണ്ടത്തെ ചായ അരിപ്പ അല്ലേ, മറന്നിട്ടില്ലല്ലോ. എൻ്റെ കയ്യിലൊക്കെ ചിന്തിയ ചായ അരിപ്പ. ഇപ്പം അത് കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനത് അങ്ങ് എടുത്തു എന്ന് മാത്രം. എൻ്റെ മറ്റേ ചായ അരിപ്പ ഫുള്ളൊന്ന് സെറ്റാക്കി എടുക്കണം. അതിലിപ്പോൾ അരിച്ചെടുക്കുമ്പോൾ അരിപ്പ അങ്ങനെ ശരിക്കും വീഴുന്നില്ല. അപ്പോൾ അതിൻ്റെ എന്തൊക്കെയോ ടിപ്സൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് സെറ്റാക്കി എടുക്കണം. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇത് എടുത്തേക്കുന്നത് കേട്ടോ. ഇനി ചായ ആയിട്ടുണ്ട്, ഉപ്പാക്കും ഉമ്മാക്കുള്ളതൊക്കെ കൊടുക്കണം. ഞാൻ പിന്നെ ക്യാമറ സെറ്റാക്കിയിട്ടാണ് ആ പോക്ക് പോയത് കേട്ടോ. ഇങ്ങനെ തന്നെയാണ്, ഓരോ ഭാഗത്തും ഞാൻ കൊണ്ടുപോയി വയ്ക്കണം, സെറ്റാക്കണം. പിന്നെ ഞാൻ തന്നെ പോയിരുന്ന് അവിടെ പോയിരുന്ന് വീഡിയോ എടുക്കണം. ഈ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റ്, ഡയലോഗ്, സംവിധാനം എല്ലാം ഞാൻ തന്നെ. പിന്നെ എന്നും ഒരേപോലെ ആയതുകൊണ്ട് പ്രശ്നമില്ല, റെസിപ്പികൾ മാത്രമല്ലേ ചേഞ്ച് ഉള്ളൂ. അപ്പോൾ കുറേ പേര് അതും പറഞ്ഞ് എന്നെ കളിയാക്കാറൊക്കെ ഉണ്ട്. പക്ഷെ എനിക്കിങ്ങനെയൊക്കെ തന്നെ വയ്ക്കുള്ളൂടാ. ഇതിനെക്കാട്ടിലും അപ്പുറം ഒന്നും എന്നെക്കൊണ്ട് പറ്റും തോന്നണില്ല. അറിയില്ല, നോക്കാം. അപ്പോൾ ഞാൻ ചായ എല്ലാം കുടിച്ച ശേഷം പിന്നെ കുട്ടികൾക്കുള്ള ഈ ഹോർലിക്സ് എനിക്ക് കൊടുക്കണമെന്നും വലിയ താല്പര്യമൊന്നുമില്ല. അവർക്കാണെങ്കിൽ വെറും പാല് കുടിക്കാനും വയ്ക്കില്ല, അതുകൊണ്ടാണ് കുറച്ച് ഇട്ട് കൊടുക്കുന്നത്. ഈ ഹോർലിക്സിന് എനിക്കറിയില്ല കേട്ടോ എന്തെങ്കിലും ടേസ്റ്റ് ഇതുണ്ടോ എന്നുള്ളത്. എനിക്ക് സാധാരണ ഹോർലിക്സാണ് ഇഷ്ടമായത്. വെറുതെ പൊടി കഴിച്ച് നോക്കൂലേ, പൊടി കഴിക്കുമ്പോൾ അതിൽ ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ ഉണ്ട് എന്ന് മാത്രം. പക്ഷെ എനിക്കെന്തോ സാധാരണ ഹോർലിക്സാണ് കേട്ടോ ഇഷ്ടം. അങ്ങനെ 2 പേർക്കുള്ള പാലൊക്കെ കലക്കി കൊടുത്തു. 15 വയസ്സിന് എനിക്ക് ഇൻസ്റ്റയിലൊരു റീലൊരു കുട്ടി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. 15 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമേ ഈ ബൂസ്റ്റും ഹോർലിക്സൊക്കെ കഴിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട്. നമ്മളാണെങ്കിൽ ചെറുപ്പത്തിലേ കൊടുത്ത് കൊണ്ടുവരുന്നൊരു സാധനമാണ് അല്ലേ. നമ്മളൊക്കെ കുട്ടികളെ നമ്മളെയും അസുഖങ്ങളില്ലാണ്ട് കാക്കട്ടെ എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇപ്പോഴത്തെ ഫുഡിങ്ങിൻ്റെ എന്ത് സാധനവും അങ്ങനെ തന്നെയല്ലേ, നമുക്ക് കിട്ടണതും നമ്മൾ ഉണ്ടാക്കണതും ഒക്കെ അങ്ങനെ തന്നെയാണ്. വീട്ടിലൊന്നും കൃഷി ചെയ്ത് വളരെ കുറവായിരിക്കില്ല അങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കണവർ. അപ്പോൾ എന്തായാലും ഞാൻ എല്ലാ ഐറ്റംസും അവിടെ നന്നാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിനൊക്കെ ഒന്ന് കഴുകിയും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഇന്നലത്തെ വ്ളോഗിൽ ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ട്. ഞാൻ പറ്റുന്നതൊക്കെ വായിക്കാം കേട്ടോ. കുറേ പേര് നമുക്ക് റെഡ് ഹാർട്ട് ഇട്ട് തന്നിട്ടുണ്ട്. ജിനി, നിൻ്റെ വ്ളോഗ് ഒരുപാട് ഇഷ്ടമാണ്, നിനക്ക് എല്ലാം ഗ്യാസിൽ ഉണ്ടാക്കാം അല്ലേന്ന്. അതെ, ഇവിടെ അടുപ്പൊന്നും കത്തിക്കേണ്ട ആവശ്യമില്ല. അത് ഞാനായിട്ട് കൊണ്ടുവന്ന സിസ്റ്റം ഒന്നല്ല, ഉമ്മ ജോലി സ്ഥലത്ത് ഇരിക്കുമ്പോഴും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഉമ്മയെന്ന് അടുപ്പ് കത്തിച്ച
ഓർമ്മ ഉമ്മാക്ക് തന്നെ ഉണ്ടാവുമെന്നാവോ. ഉമ്മ കത്തിച്ചിട്ടില്ല എന്നാണ്. കാരണം അവരൊക്കെ യൂസ് ചെയ്തിരുന്ന സമയത്ത് ആ മണ്ണെണ്ണ സ്റ്റൗവ് ഫസ്റ്റ് ഗ്യാസ് സിലിണ്ടർ മേടിച്ച് ഇത് അവരുടെ ഉമ്മയും ഉപ്പിയാണ് അത്ര അവരുടെ ആ ഒരു ഭാഗത്ത്. അപ്പോൾ പലർക്കും അത് കാണുമ്പോൾ തന്നെ പേടിയായിരുന്നു. ഇത്ര സ്റ്റൗവ് ഇങ്ങനെ സിലിണ്ടർ പൊട്ടിത്തെറിക്കുമോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഫേക്കായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ പണ്ടത്തെ ആൾക്കാരുടെ മൈൻഡിൽ. അങ്ങനെയൊക്കെ ആയിരുന്നു എന്നൊക്കെ ഇവർ കഥ ഇങ്ങനെ പറഞ്ഞു തരും കേട്ടോ. പിന്നെ നിൻ്റെ കൈക്ക് എന്ത് പറ്റിയതാണ്? എനിക്കും എന്നും കൈവേദന. എൻ്റെ കൈ ടെന്നീസ് എൽബോ ആണ് കേട്ടോ. അതുകൊണ്ടാണ് ആ ഒരു ജോയിൻറ്റിൻ്റെ അവിടെയാണ് പ്രശ്നം. അതുകൊണ്ടാണ് എനിക്ക് കൈവേദന. അല്ലാണ്ട് എനിക്ക് കാലുവേദനയോ ഇടുപ്പ് വേദനയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ടെന്നീസ് എൽബോൻ്റെ ഒരു പ്രശ്നം നന്നായിട്ടുണ്ട് അത്. അപ്പോൾ ഞാൻ ഡോക്ടറിനെ കാണാൻ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു സച്ചിനടക്കം വന്നിട്ടുണ്ട്, പിന്നെയാണോ നമ്മൾ എന്നുള്ളത്. ഞാനിങ്ങനെ ചോദിച്ചു വീട്ടിലുള്ള കാര്യങ്ങളും പണികളൊക്കെ ചെയ്യണോണ്ടാണോ നമുക്കിങ്ങനെ ടെന്നീസ് എൽബോ വന്നത് എന്ന് ചോദിച്ചു ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത്. അപ്പോൾ അതിന് ഡോക്ടർ കറക്റ്റായിട്ടൊരു മറുപടി തന്നില്ല. സച്ചിന് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. സച്ചിന് ഉണ്ടായിട്ടുണ്ട് അത്ര ഈ ഒരു പ്രശ്നം. അപ്പോൾ എന്തുകൊണ്ടാണ് എന്നുള്ളത് കറക്റ്റായിട്ടൊന്നും ഡോക്ടർ എനിക്ക് മറുപടി തന്നില്ല. നിങ്ങൾക്കറിയണമെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ അന്ന് മാറാനിട്ട് 2-3 പ്രാവശ്യം ഞാൻ പോയി. ഒരു പ്രാവശ്യം സ്റ്റിറോയിഡ് എനിക്ക് ഇഞ്ചക്ട് ചെയ്ത് തന്നു. ഒരു 2 വർഷമായിട്ടുണ്ടാവും മേ ബി അത്. എനിക്ക് ഇനിയും ചെയ്യേണ്ടി വരുമെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. കാരണം അത്രയും പെയിൻ ഉണ്ട് കേട്ടോ എപ്പോഴും. നമ്മൾ പിന്നെ അത് കൂട്ടാക്കാണ്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്ത് ഓരോ ദിവസം അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പിന്നെ ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫോൺ ഒരുപാട് എഡിറ്റിങ്ങിനും ഇതിനൊക്കെ ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരാറുണ്ട്. അതുകൊണ്ടാണോ ചോദിച്ചപ്പോഴും കറക്റ്റായിട്ടുള്ള ഒരു മറുപടി എനിക്ക് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും രാവിലെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ മക്കൾക്ക് എപ്പോൾ ചപ്പാത്തി കൊടുത്താലും കഴിക്കും. അപ്പോൾ ഇന്ന് സ്കൂളിൽ കൊണ്ടുപോകാനും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ചപ്പാത്തിയും മസാലയും ഉണ്ടാക്കാൻ വിചാരിച്ചു. ആദ്യം പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വേണ്ട, ഓയിൽ ഒരുപാടല്ലേ എന്നും പറഞ്ഞിട്ടാണ് ഈ ഒരു പരിപാടിക്ക് നിന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് ഏതാ ഗോതമ്പ് മാവ് യൂസ് ചെയ്യാറെന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. ആശീർവാദമാണ് ഞാൻ യൂസ് ചെയ്യാറ്. എനിക്ക് എപ്പോഴും നല്ല അടിപൊളി ചപ്പാത്തിയാണ് കേട്ടോ അതൊന്ന് കിട്ടാറ്. അപ്പോൾ നമ്മൾ ആശീർവാദിൽ എന്താണ് ഒരു ഗുണം പറഞ്ഞാൽ എനിക്കിതുവരെ പുഴുക്കളൊന്നും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇതിൽ. എന്നാലും ഞാനൊന്ന് അരിച്ചു നോക്കുകയാണ്. അപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ മാവൊക്കെ എടുത്ത് കുറച്ച് ഉപ്പിടണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ ഉള്ളിയൊക്കെ വഴണ്ടിയിലേക്ക് ഞാനൊരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ ഒന്നുകൂടി ഇളക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ മാവൊന്ന് കുഴച്ചും കൂടി എടുക്കുന്നുണ്ട്. നിങ്ങളെ സംസാരം കേൾക്കാൻ നല്ല സ്വീറ്റാ, ലവ് യു എന്ന് പറയുന്നുണ്ട്. താങ്ക് യു. ഞാൻ ഇങ്ങനെയൊന്നും വർത്താനം പറയുന്ന ഒരാളൊന്നും ആയിരുന്നില്ല. ഇപ്പോൾ ചാനൽ തുടങ്ങിയിട്ടാണ് ഇത്രയും ഞാൻ വർത്താനം പറഞ്ഞ് തുടങ്ങിയത് കേട്ടോ. എൻ്റെ നെയിം പറയുമോ ചോദിച്ചിട്ടുണ്ട്. എന്താണ്, റാഹില എന്നാണോ പേര്? ഓക്കെ, റാഹില പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ സൂപ്പർ വ്ളോഗ് സൂപ്പർ അങ്ങനെ പറഞ്ഞിട്ട് എൻ്റെ ഫോണിലെ ലൈൻ ഇങ്ങനെ വീണ കാരണം എനിക്ക് വായിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് ഞാൻ കോൾ ചെയ്യണ ഫോണിൽ കംപ്ലീറ്റ് ലൈനാണ് കേട്ടോ. പിന്നെ എഗ്ഗ് കഴുകി യൂസ് ചെയ്യണം എന്നുള്ളത് വായിച്ചപ്പോൾ വളരെ സന്തോഷം തോന്നി ഇത്രേ. ഓക്കെ, നൈസ് റെസിപ്പി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, എന്തായാലും റെസിപ്പി കാണുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഞാനിതാ ഇങ്ങനെ കുഴച്ചെടുക്കും കേട്ടോ. നമ്മൾ കുത്തുമ്പോൾ ഇങ്ങനെ സോഫ്റ്റായിട്ട് പോകണം. പിന്നെ അപ്പുറത്ത് നമ്മുടെ കിഴങ്ങ് വെച്ചതിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വിസിലെടുക്കാൻ നോക്കിയപ്പോഴാണ് അതിൽ ആവിയുള്ളത് ഞാൻ കണ്ടത്. പിന്നെ അതിനൊക്കെ വേഗം പോയി കുത്തി ഉടച്ച് സെറ്റാക്കി നമ്മൾ ഉള്ളിയൊക്കെ വഴണ്ട് വന്നതിൽ ഞാൻ ഓഫാക്കി വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. കിഴങ്ങൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തു. ശരിക്കും ഇത്ര വലിയ പാത്രമൊന്നും ആവശ്യമില്ല. വലിയ പാത്രങ്ങളിൽ കുക്ക് ചെയ്ത് അതങ്ങ് ശീലമായിപ്പോയിട്ടോ. ഇതിന് ചെറിയൊരു പാത്രം മതി ശരിക്കും പറഞ്ഞു. ആരെങ്കിലും കണ്ടിട്ട് ചിരിക്കുന്നുണ്ടോ? അപ്പോൾ എന്തായാലും നന്നായിട്ട് മിക്സാക്കി എടുത്ത് ഇച്ചിരി മല്ലിയിലയും ഉപ്പും എല്ലാം ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. സംഗതി ഇവിടെ സെറ്റായിട്ടുണ്ട്. പിന്നെ ഞാൻ ചപ്പാത്തിക്കൊന്ന് പരത്തിയും കൂടി എടുക്കുകയാണ് കേട്ടോ. ഹായ് ജിനി, സുഖാണോ? വീട്ടിൽ വരട്ടെ ജിനിയുടെ ഫുഡ് കഴിക്കാൻ കൂടിയാണെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി വെക്കും. നമ്മൾ എന്നും ചിലപ്പോൾ ഇങ്ങനെ ഭയങ്കര സ്പെഷ്യൽ ഉണ്ടാവണമെന്നൊന്നുമില്ല. ഈ വ്ളോഗിൽ കാണുമ്പോൾ തന്നെ അറിയാലോ, എന്നും സ്പെഷ്യലൊന്നും ഉണ്ടാവാറില്ല. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്പെഷ്യൽ ഉണ്ടാക്കും. എനിക്ക് ഇത്തയുടെ എല്ലാ വീഡിയോസും ഇഷ്ടമാണ്. താങ്ക് യു. അടിപൊളി മുട്ടക്കറിയോ? നല്ല രസം നിങ്ങളുടെ കറി ഉണ്ടാക്കുന്നത്. മുട്ടക്കറി അല്ലടോ, അത് മുട്ട റൈസ് അല്ലേ ഞാൻ ഉണ്ടാക്കിയത്. ശരിക്കും കണ്ടില്ലേ?
അപ്പോൾ എന്തായാലും താങ്ക്സ് കേട്ടോ, സൂപ്പർ. താത്തയുടെ വീഡിയോ ദിവസം കാണാറുണ്ട്, ലോങ് വീഡിയോസ് അധികം ആരുടെയും കാണാറില്ല, ബട്ട് ജിനിയുടെ വീഡിയോസ് കാണാൻ നല്ല ഇഷ്ടമാണ്. പഠിച്ചു നീ, എനിക്ക് വയ്യ. എത്ര എത്ര വലിയ വലിയ യൂട്യൂബേഴ്സ് ഉണ്ട്, അവരുടെ ഒന്നും ലോങ് വീഡിയോസ് കാണാറില്ലേ? എൻ്റെയാണോ കാണാറ്? എനിക്ക് ഭയങ്കര ഒരു അവാർഡ് കിട്ടിയ ഫീലാണ് കേട്ടോ ഇത് കേട്ടപ്പോൾ. മത്തിയുടെ പന്നി എന്ന് പറയും, ഇവിടെയും പന്നി എന്ന് പറയും കേട്ടോ. രോഗവും കടവും ഇല്ലാതെ ജീവിക്കാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, കറക്റ്റാണ്. ഒരുപാട് പേര് അതിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ട്, ഞാൻ വായിക്കാം കേട്ടോ. മത്തി ഫ്രൈ ആക്കുമ്പോൾ വരയണം, എനിക്കറിയാം, ചെറിയൊരു മടി പിടിച്ചതാണ് കേട്ടോ. പിന്നെ എഗ് റൈസ് വെരി ഈസി, 1 പോട്ട് റൈസ് അല്ലേ, ഈസി തന്നെയാണത്. ജിനിത, നിങ്ങൾ ആര്യ ബാലകൃഷ്ണൻ്റെ കാർഡിയോ അല്ലേ? ഞാൻ അതിൽ വർക്കൗട്ടിൻ്റെ ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ അതിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഡേ ഞാനത് ഫുൾ ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല എഫക്റ്റാണ്. ഇപ്പം ഞാൻ ചെയ്യാറില്ല, ഇപ്പം എനിക്ക് ഈവനിങ് ഒരുപാട് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയപ്പോൾ എനിക്ക് അതിലങ്ങ് ബിസിയായി. അതിൻ്റെ കൂടെ ഈ വർക്കൗട്ടും കൂടെ ആകുമ്പോഴത്തേക്കും ഭയങ്കര ടയേർഡ്. ഞാൻ രാവിലെ പോകുന്നുണ്ടല്ലോ ജിമ്മിൽ, അപ്പോൾ അതൊക്കെ മതിയെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യാറില്ല. എന്തായാലും ചെയ്ത് നോക്ക് കേട്ടോ, നല്ല സംഭവമാണത്, ചെയ്ത് നോക്കുക. ആദ്യം കുറച്ച് ദിവസമൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് ഉണ്ടാവും കേട്ടോ. എനിക്ക് ഉപ്പാനെ കാണുമ്പോൾ പാവം തോന്നും. ഓക്കെ, എന്താണെന്ന് അറിയില്ല. പിന്നെ എല്ലാ വീഡിയോസും സൂപ്പറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉപ്പ അല്ലെങ്കിലും പാവം തന്നെയാണ് കേട്ടോ. അങ്ങനെ പട്ടാളക്കാരനാണെന്ന് വിചാരിച്ചിട്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഉപ്പയൊന്നുമല്ല, പാവം തന്നെയാണ്. ഉപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അങ്ങനെ സമാധാനത്തോടെ ജീവിച്ചു പോകാനുള്ള ഒരു ഇത് കിട്ടട്ടെ അല്ലേ, എല്ലാവർക്കും അങ്ങനെ കിട്ടട്ടെ. എനിക്കെന്തായാലും അങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കുട്ടികൾക്കുള്ള ലഞ്ചും കാര്യങ്ങളൊക്കെ ഒന്ന് ആക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ ഞാൻ. പിള്ളേർ അതിൻ്റെ ഇടയിൽ കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരുന്നു. പിന്നെ എനിക്ക് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കണതിൻ്റെ ഇടയിൽ ഇങ്ങനെ ക്യാമറ അവിടെ ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റാനിട്ട് അതെല്ലാം അയാൻകുട്ടിയാണ് കേട്ടോ ഇന്ന് ചെയ്തത്. അവനെ ഇനിയിപ്പോൾ ആ ഒരു ഇതിലോട്ട് കൊണ്ടുവരണം. പിന്നെ ഞാനൊരു മഫ്ത ഇട്ടിട്ടൊരു വീഡിയോ ചെയ്തിരുന്നില്ലേ, അതിലിതുപോലെ ഇങ്ങനത്തെ ലുക്ക് കാണാൻ അടിപൊളി. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്, നല്ല മൊഞ്ചായിട്ടുണ്ട്. ഇന്ന് കുറച്ച് വൃത്തിയായി നടന്നു. അയ്യോ, എന്തെല്ലാം കമൻ്റാണ് കേട്ടോ അതിൽ. പിന്നെ സൂപ്പറായിട്ടുണ്ട്, അടിപൊളി, സൂപ്പർ നൈസ്, കുറേ ലൈക്ക്, ഇതാണ് ഭംഗി, രസമില്ല, ഷോളാണ് പൊളി എന്നാരോ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഷോളാണ് രസം എന്നാരോ. എന്നും ഇതുപോലെ ഇടണം, എന്നൊന്നും ഇടാൻ നടക്കൂല. നമ്മൾ വീട്ടിലൊക്കെ അങ്ങനെ ചെയ്യുമോ? എനിക്ക് വീട്ടിൽ അങ്ങനെ ചെയ്തിട്ട് പണിയെടുക്കാൻ കിട്ടൂല. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ കുറേ ബുദ്ധിമുട്ടാണ്, എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ഇതാ വേഗം വേഗം ഒന്ന് റെഡിയാക്കി എടുത്തു. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് കഴിക്കണം, കുറച്ചുകൂടെ ചപ്പാത്തി ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എത്ര എണ്ണം ഉണ്ടെന്നൊന്ന് നോക്കിയതാണ്. രാവിലെ പിള്ളേർക്ക് സ്കൂളിലേക്കും അതെല്ലാം ആക്കി കൊടുക്കണം, അപ്പോൾ അത്യാവശ്യം ഉണ്ടാക്കണം കേട്ടോ. ചപ്പാത്തി ഉണ്ടാക്കാൻ പിന്നെ എനിക്ക് ഒരു മടിയില്ല കേട്ടോ, എന്താണെന്നറിയില്ല, എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാധനം. നമ്മുടെ മലബാർ ഏരിയയിലൊക്കെ ഒരു പത്തിരി പെട്ടെന്ന് ഉണ്ടാക്കില്ലേ, അതേപോലെയാണ് എനിക്ക് ചപ്പാത്തി, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് അസുഖമില്ലാതെ കുറച്ച് കഷ്ടതയിൽ ആണെങ്കിലും ജീവിക്കണം, അതാണ് ഏറ്റവും വലിയ സമാധാനം. ഓക്കെ, കടയില്ലാതെ ജീവിക്കണം, അതാണ് എൻ്റെ സമാധാനം. അങ്ങനെ കുറേ സമാധാനം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ വ്ളോഗൊന്നും മതിയാവില്ല കേട്ടോ ഇത് വായിച്ച് തീർക്കാൻ. ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടയിലാണ്. അപ്പോൾ കമ്പിളിപ്പുഴു ഉണ്ടായിരുന്നു സിറ്റൗട്ടിൽ, അതിനെ തട്ടി അങ്ങോട്ടാക്കിയതാണ് കേട്ടോ അവന്. പിന്നെ അവന് സ്കൂളിലൊക്കെ പോയി. ഞാൻ ഒരു വാഷിങ് കഴിഞ്ഞതിൻ്റെ തുണികളൊക്കെ ഒന്ന് എടുത്ത് മാറ്റുകയാണ്. ഇനി അടുത്ത വാഷിങ്ങിൻ്റെ ഉണ്ട് കേട്ടോ. പിന്നെ വിനീഗർ ഒഴിച്ച് മുട്ട പുഴുങ്ങുന്നതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ എന്താണ് റീസൺ എന്നുള്ളത്. അത് പീൽ ചെയ്യാൻ എളുപ്പമാണ്, മുട്ട പൊട്ടിപ്പോവില്ല, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നെക്സ്റ്റ് വാഷിങ്ങിൻ്റെ ഇടണം. നമുക്ക് 2 വാഷ് ഉണ്ടാവും കേട്ടോ ഡെയിലി. അപ്പോൾ ചില ദിവസം ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ വേണമെങ്കിൽ ഒരു വാഷൊക്കെ ഉള്ള ഒരു ദിവസം ഉണ്ടാവും. ബാക്കി എല്ലാ ദിവസവും ഇക്ക വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അന്ന് ഒരു 3 വാഷിങ്ങൊക്കെ ഉണ്ടാവും കേട്ടോ. മെഷീനുള്ളത് കൊണ്ട് എനിക്ക് ആ ഒരു പ്രശ്നം അറിയണ്ട. പിന്നെ ഞാൻ എൻ്റെ ഇതിൽ ഇത്രയും ഏജിൻ്റെ ഇടയിൽ ഞാൻ അങ്ങനെ അലക്കിയിട്ടൊന്നുമില്ല കേട്ടോ, എല്ലാം മെഷീനിൽ തന്നെ. ചെറിയ കുട്ടികൾ ചെറുതായിരിക്കുമ്പോൾ അവരുടെ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ അലക്കി എന്നല്ലാണ്ട് വേറെ അലക്കലുമായിട്ടും അലക്ക് കല്ലും ഞാനും അത്ര വലിയ ബന്ധത്തിലൊന്നുമല്ല കേട്ടോ. പിന്നെ എല്ലാ ഫുഡും അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഉപ്പയും ഉമ്മയൊക്കെ റെഡി ആകുമ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ആ സമയം വെറുതെ ഇരിക്കേണ്ട, വേഗം പോയിട്ട് കുട്ടികളുടെ ബെഡെങ്കിലും നേരാക്കിയ അത്രയും സമയം നമുക്ക് അവിടെ ലാഭമല്ലേ. അപ്പോൾ അങ്ങനെ വേഗം റെഡിയാക്കാൻ വേണ്ടി വന്നു. പിന്നെ അവർ കഴിക്കാനൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു.
പിന്നെ അതാ ഞാൻ കഴിക്കാൻ വേണ്ടി കൊണ്ടുവച്ചിട്ട് ഇതേപോലെ നമ്മുടെ FBയിലും ഒരുപാട് റെഡ് ഹാർട്ട് നമുക്ക് തന്നിട്ടുണ്ട്. എന്നും ഫുൾ വീഡിയോ കാണാറുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്തായാലും താങ്ക് യു സോ മച്ച്. ഞാൻ കുറച്ച് ദിവസമായിട്ടുള്ള വീഡിയോ ഒക്കെ കാണാൻ തുടങ്ങിയിട്ട് ഒത്തിരി ഇഷ്ടമാണ്. മക്കൾ എത്രയിലാണ് പഠിക്കുന്നത്, ഞാനും ഇങ്ങനെയാണ് ചായ ഉണ്ടാക്കുന്നത്, ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതെ മക്കൾ ഒരാൾ +2ലും ഒരാൾ 8ലും പഠിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും താങ്ക് യു സോ മച്ച്. ഇനി എന്നും നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം. എന്നും കാണുമ്പോൾ നിങ്ങൾക്ക് ഒരേപോലെ എന്നൊക്കെ തോന്നും, എന്നാലും ഞാൻ അതിൽ കുറേ വെറൈറ്റി റെസിപ്പികളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സൂപ്പർ വീഡിയോ ഇത്ത. റെസിപ്പി സൂപ്പർ. ഫിഷിൻ്റെ മുട്ട എടുക്കാറില്ല കേട്ടോ ഇവിടെ അത് കളയില്ല. അത് ഓക്കെ നിങ്ങൾക്കൊക്കെ ഇഷ്ടം, കുറേ പേർക്ക് അത് ഇഷ്ടമാണെന്ന് കേൾക്കാറുണ്ട്. പെപ്പറൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്യുന്നതൊക്കെ ഇഷ്ടമാണെന്ന് കേൾക്കാറുണ്ട്. എനിക്കെന്തോ അതിനോട് വലിയ താല്പര്യമല്ല കേട്ടോ. ഇവിടെ നല്ല മഴയുണ്ട്. ഇക്ക വന്നില്ലേ ചോദിക്കുന്നുണ്ട്. ഇക്ക കഴിഞ്ഞ ആഴ്ച വന്നില്ല, ഇനി നെക്സ്റ്റ് വീക്ക് വരും കേട്ടോ. ഈ ആഴ്ച വരും, ഈ വരുന്ന സൺഡേ. പിന്നെ നമുക്ക് അന്നൊരു ഫങ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടേനും. അപ്പം എന്താ എങ്ങനെയെന്നൊന്നും അറിയില്ല. അപ്പം എന്തായാലും ഞങ്ങൾ കഴിക്കാനിരുന്നു. കഴിച്ചതും ഞാൻ വേഗം പോയിട്ട് എന്ത് ചെയ്തു, ഫ്രണ്ട് ഏരിയ ഒന്ന് അടിച്ചു വാരി എടുത്തു കേട്ടോ. എത്ര അടിച്ചു വാരിയതും കണ്ടില്ലേ, ഇന്നലെ ഞാൻ അടിച്ചു വാരിയതാ. എല്ലാം നമ്മുടെ ഈ സിറ്റൗട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഭാഗത്തേക്ക് അങ്ങ് വന്ന് നിൽക്കും, കാറ്റ് കാരണം. വേറെ എവിടെയും ഉണ്ടാവില്ല കേട്ടോ. ഈ ഭാഗത്ത് നല്ല ചപ്പുണ്ടാവും. ഞാൻ അടിച്ചു വാരി പോയി കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വീണ്ടും വന്നിട്ടുണ്ടാവും. അപ്പം എന്ത്, ഞാൻ അടിച്ചു വാരിയിട്ടില്ല എന്നുള്ളൊരു ഫീലാണ് കേട്ടോ. എൻ്റെ സമാധാനം, എൻ്റെ കുടുംബം, എൻ്റെ മോൾ, എൻ്റെ വീട്ടുകാർ, ഇക്ക ഒക്കെ. ഇത് ഇന്നലെ ഞാൻ പറഞ്ഞു തോന്നണു അല്ലേ. അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. ചേച്ചിയുടെ വീഡിയോ കാണുമ്പോഴാണ് എനിക്ക് സമാധാനം കിട്ടുന്നത്. അതെന്താടോ അങ്ങനെ. എൻ്റെ സമാധാനം എൻ്റെ ഫാമിലിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. FBയിലാണ് കേട്ടോ ഇപ്പം ഞാൻ വായിക്കുന്നത്. വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഷൂട്ട് ചെയ്ത് സ്വകാര്യ സന്തോഷങ്ങൾ ഇല്ലാതെ ജീവിക്കുന്നത് ഇഷ്ടമല്ല. മൈ ഫാമിലി ഈസ് മൈ ഹാപ്പിനെസ്. നമ്മുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഷൂട്ട് ചെയ്യാറില്ല. വളരെ റെയറായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഷൂട്ട് ചെയ്യണത്. എൻ്റെ വീഡിയോയിൽ ഏറ്റവും കൂടുതലായിട്ട് റെസിപ്പികളാണ് കൂടുതൽ കാണിക്കുന്നത്. പിന്നെ ഒരു വീട്ടമ്മ ഡെയിലി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ പ്രൈവസി ലൈഫിലോട്ട് ഞാൻ ഇതുവരെ എൻ്റെ യൂട്യൂബിലാണെങ്കിലും FBയിലാണെങ്കിലും ഇതുവരെ ഞാൻ കാണിച്ചിട്ടില്ല. ഇനി അങ്ങോട്ടും കാണിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുമില്ല കേട്ടോ. അപ്പോൾ അത് മാത്രമാണ് പറയാനുള്ളത്. പിന്നെ എനിക്ക് സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ചെയ്യണം, വെറുതെ ഇരിക്കുന്നത് ഓക്കെ അല്ല, എനിക്ക് എന്തെങ്കിലുമൊക്കെ ആക്കണം എന്നുള്ളത് ഒരു ചിന്ത വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ സോഷ്യൽ മീഡിയയിലോട്ട് വന്നത്. അതും വന്ന ഉടനെ ഞാൻ വെറും റെസിപ്പി മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ ഏതൊരു ബിസിനസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിനുള്ളൊരു റീച്ച് തേടി നമ്മൾ പോകുമല്ലോ. ആ റീച്ച് എനിക്ക് വന്നത് എൻ്റെ ഡെയിലി വ്ളോഗിലാണ്. അപ്പോൾ ഞാനത് കണ്ടിന്യൂ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് റെസിപ്പി വീഡിയോയിലാണെങ്കിൽ ഞാൻ ഇതിനേക്കാൾ ഹാപ്പി ആയേനെ. കാരണം എനിക്ക് റെസിപ്പീസ് മാത്രം ചെയ്തിട്ടുള്ള വീഡിയോസ് ഇടാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ. ഞാൻ ഒരുപാട് വർഷം അതിൻ്റെ പിന്നാലെ തന്നെ നടന്നിട്ടുണ്ട്, പക്ഷെ നടന്നില്ല കേട്ടോ അത്. അങ്ങനെ വീടും കുടുംബങ്ങളും ഹെൽത്തിയും സന്തോഷവുമായി ഇരിക്കുക. അതിനൊപ്പം നമുക്ക് ചുറ്റുമുള്ളവരും എല്ലാവരുമായി ഒരു നല്ല ഊഷ്മള ബന്ധം കിട്ടുക. ഓക്കെ, അതും നല്ലൊരു കാര്യം തന്നെ കേട്ടോ. പിന്നെ ചിക്കൻ നൂഡിൽസിൻ്റെ വീഡിയോ ഞാനിതാ ഈ ഒരു വ്ളോഗിൻ്റെ ലാസ്റ്റ് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാം. എന്നോടത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഈ ഒരു വ്ളോഗിൽ അത് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അതേപോലെ നമ്മുടെ സമാധാനം ഷോർട്ട് വീഡിയോയിലുണ്ടല്ലോ, എനിക്ക് സമാധാനത്തിനല്ല മറുപടി വേണ്ടത്. മാമ നൂഡിൽസൊക്കെ കഴിക്കുമോ ചോദിക്കുന്നുണ്ട്. മാമ മീൻസ് ഉപ്പാനെയാണ് ഉദ്ദേശിക്കുന്നത്. ഉപ്പ കഴിക്കില്ല, ഉമ്മ കഴിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും അതിന് ആൻസർ ഞാൻ വേറൊരു ഷോർട്ട് വീഡിയോയിലും കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല, ഇട്ടിട്ടില്ലെങ്കിൽ എന്തായാലും ഇടാം. പിന്നെ വാതിൽ അടച്ചു വെക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, പൂച്ചയുടെ ശല്യം കാരണം അടച്ചു വെക്കുകയാണ്. ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ വാതിൽ അടച്ചു വെക്കേണ്ട അവസ്ഥയാണ്. സാധാരണ ഞാൻ ബാക്കിൽ മാത്രമേ ഉള്ളൂ പകൽ ടൈമിൽ വാതിൽ അടച്ചു വെക്കാറ്, ഫ്രണ്ടിൽ അടച്ചു വെക്കാറില്ല കേട്ടോ. ബാക്കിൽ അടച്ചു വെച്ച് അത് ശീലമായിപ്പോയി. പിന്നെ ഫ്രണ്ടിൽ അങ്ങനെ ചെയ്യാറുമില്ല. അപ്പോൾ ഫ്രണ്ടിൽ ഇങ്ങനെ അടയ്ക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട്, ശ്വാസം കിട്ടാത്ത പോലെയാണ് കേട്ടോ. പിന്നെ ഇതുപോലെ എൻ്റെ സമാധാനം കടങ്ങളും അസുഖവും ഇല്ലാതെ, ഏറെക്കുറെ എല്ലാവർക്കും അതാണ് അല്ലേ, ജീവിക്കുക എന്നുള്ളത് തന്നെയാണ്. എനിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. കടം എന്ന് പറയുമ്പോൾ തന്നെ ഒരു പേടിയല്ലേ. എനിക്ക് സെയിം അവസ്ഥ തന്നെയാണ് കേട്ടോ. കടം ഇല്ലാണ്ട് നമുക്ക് കിട്ടുന്ന ക്യാഷ് കൊണ്ട് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ജീവിച്ചു പോയി കഴിഞ്ഞാൽ തന്നെ വളരെ സന്തോഷം. പിന്നെ രാത്രി നല്ല രീതിയിൽ ഉറങ്ങാൻ പറ്റുന്നുണ്ടോ, അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് ഉറക്കം ഇല്ലെങ്കിൽ എല്ലാം പോയില്ലേ. നല്ല സമാധാനത്തോടുള്ളൊരു ഉറക്കം,
അത് തന്നെ വേണ്ടത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളും ഉള്ളിലുള്ള ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ലഞ്ചിന് പ്രിപ്പയർ ചെയ്യാൻ നിന്നത്. ഇന്നിപ്പോൾ ഫിഷ് ഫ്രൈ ഉണ്ടാക്കണം, ഉപ്പേരി ഉണ്ടാക്കണം, ചോറുണ്ടാക്കണം, ഫിഷ് കറി ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ഇത് അയില മാത്രമാണ് അതിന് പെറുക്കിയെടുക്കുന്നത്. മത്തിയുടെ ഒരു അടിപൊളി റെസിപ്പി ഞാൻ കണ്ടു ഇൻസ്റ്റയിൽ. അപ്പോൾ അതെന്തായാലും ഉണ്ടാക്കി നോക്കണം എന്നുണ്ട് മൈൻഡിൽ. എന്തായാലും ഉണ്ടാക്കുമ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരും കേട്ടോ. അപ്പോൾ മത്തി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ നായ്ക്കൾ കുരയ്ക്കണ കണ്ടില്ലേ. അപ്പോൾ ഇന്ന് മൊത്തം അയലപ്പണികൾ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇവിടെ പിന്നെ ക്ലീനായി കിട്ടണമുണ്ട്, പ്രശ്നമല്ല. ജസ്റ്റ് ഇങ്ങനെ ഉള്ളിലുള്ള അഴുക്കൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്താൽ മതി. പിന്നെ അയലയുടെ ആ ഒരു ചെവിയുടെയൊക്കെ എന്താ ഇതിന് പറയുക, തലയുടെ ഒക്കെ ഒരു ഭാഗത്ത് കുറച്ച് ചെതുമ്പലുണ്ടാവും. അപ്പോൾ അതും കൂടെ ഒന്ന് കത്തി വെച്ചിട്ടൊന്ന് സെറ്റാക്കി കളയും. അതാണ് ചെയ്യുക. എന്തൊരു നായ്ക്കളുടെ സൗണ്ടാണേ. അതേപോലെ ഡെയിലി ഹോർലിക്സ് കുടിക്കുന്നത് നല്ലതൊന്നും അല്ല. ഈ പിള്ളേർ, ചെറിയ ആൾക്കാണ് അത് വേണ്ടത്. വലിയ ആൾ പിന്നെ ചായ കുടിക്കും. പിന്നെ രണ്ട് വയസ്സായ ഉമ്മാനെയും ഉപ്പാനെയും അല്ലേ നോക്കുന്നത്. അവരുള്ള കാലത്തോളം അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ ഉപ്പമാരും ഉമ്മമാരൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു ഇതായിരിക്കും, പ്രൊട്ടക്ഷൻ ആയിരിക്കും അല്ലേ. അവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും ഒക്കെ എനിക്കത് ഫീലായിട്ടുണ്ട്. നമ്മൾ പുറത്ത് എവിടെ പോയാലും നമുക്ക് വൈകിക്കഴിഞ്ഞാൽ നമ്മൾ വിളിച്ചന്വേഷിക്കുന്ന ഒരാളുണ്ടെങ്കിൽ നമ്മുടെ ഉമ്മയോ ഉപ്പയോ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ എന്തായാലും അത് കറക്റ്റാണ് കേട്ടോ. അവരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ലൈഫ് തന്നെ ഉണ്ടാവും. അപ്പോൾ ഫിഷ് ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ള മസാലകളൊക്കെ കൂട്ടിയെടുക്കുകയാണ്. പിന്നെ നൈസ് വ്ലോഗാണ്. താങ്ക് യു സോ മച്ച്. ഹായ് ജീനി, എനിക്ക് നിങ്ങളുടെ ഫുഡ് ഉണ്ടാക്കുന്നത് കാണാൻ നല്ല ഇഷ്ടമാണ്. എല്ലാ റെസിപ്പിയും അടിപൊളിയാണ്. ആദ്യം ലൈക്ക് അടിച്ചിട്ട് ശേഷം വീഡിയോ കാണുന്നത് എന്ന്. ഓക്കെ, താങ്ക് യു മുത്തേ. എന്തായാലും ലൈക്ക് വീണ്ടും അടിക്കണം കേട്ടോ. എല്ലാ വീഡിയോസും ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞാൻ റെസിപ്പി പ്രത്യേകിച്ച് പറയാത്തതിൻ്റെ റീസൺ, നമ്മുടെ സാധാരണ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, വെളിച്ചെണ്ണ, വിനീഗർ, ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ മീൻ വറുത്തയിൽ. ഞാൻ നമ്മുടെ മത്തി അയലൊക്കെ ആകുമ്പോൾ ഇച്ചിരി പുളി കൂടുതലായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി വിനീഗർ, ഇച്ചിരി എന്നെ കൂടുതൽ ഒഴിക്കും. ഇച്ചിരി ഇന്നിപ്പോൾ എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു അല്ലേ. അങ്ങനെ പിന്നെ ആമീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പാമ്പിനെ കണ്ടിട്ട് ഇവിടുത്തെ ഉമ്മാൻ്റെ അനിയത്തി വിളിച്ചിരുന്നു കേട്ടോ എന്നോട് സംസാരിക്കാൻ. ഉമ്മാനോട് സംസാരിച്ചു. കണ്ടപ്പോൾ ആകെ പേടിയായി. നീ പോയി അതിനെ വലിച്ചോ എന്നൊക്കെ ചോദിച്ചു കേട്ടോ. എന്തോ വലിച്ചില്ല, പച്ചില കൊത്തി പാമ്പ് തന്നെയാണ് കേട്ടോ. അതെന്താണ്, അത് കടിക്കുകയോ എന്താണെന്ന് നിങ്ങൾക്കറിയോ? ചില നാട്ടിൻ പുറത്തുള്ള ആൾക്കാർ പറയും അത് കണ്ണിൽ കൊത്തുന്നു. ഇക്കാനോട് ചോദിച്ചപ്പോൾ അതൊക്കെ പണ്ടത്തെ ആൾക്കാർ പറയണതാണ്, അത് കണ്ണിലൊന്നും കൊത്തൂല എന്ന് പറഞ്ഞു കേട്ടോ ഇക്ക എൻ്റെ അടുത്ത്. പിന്നെ ചോക്ലേറ്റ് ഹോർലിക്സ് ടേസ്റ്റ് കാര്യമായിട്ടൊന്നും ഇല്ല, മേടിക്കണ്ട കേട്ടോ. അപ്പോൾ ഈ പാമ്പിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്താണ് അതിൻ്റെ ഇതെന്ന്. മീൻകറി പിന്നെ എപ്പോഴും ഉണ്ടാക്കുന്ന ആയതുകൊണ്ട് ഞാൻ സ്പെഷ്യലായിട്ടൊന്നും പറയുന്നില്ല. എന്നാലും ചെറിയ ഉള്ളിയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യാറുള്ളത്. പിന്നെ പൊടികളായിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഞാൻ കുറച്ച് കൂടുതൽ കറി വയ്ക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും പൊടികൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. 2 ദിവസത്തിന് കറി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആഡ് ചെയ്ത് കൊടുത്തു. ഇനി പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിന് മുമ്പായിട്ട് 1 ഗ്ലാസ് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ മസാലയ്ക്ക് നന്നായി വെന്ത് വരണ്ടേ. അപ്പോൾ ഒന്ന് അടച്ചു വയ്ക്കുക. എണ്ണയൊക്കെ തെളിയണ വരെ നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ മീൻകറിയുടെ മസാലകളൊക്കെ റെഡി കേട്ടോ. അപ്പോൾ ഞാൻ ആ മത്തിക്കറി കണ്ടപ്പോൾ എനിക്കത് ഉണ്ടാക്കാണ്ടിരിക്കാൻ തോന്നുന്നില്ല. പക്ഷേ ഇനിയിപ്പോൾ എല്ലാ റെസിപ്പിയും കൂടി കാണിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ വ്ളോഗ് നല്ലോണം വലുപ്പമുണ്ട്. അപ്പോൾ ഇനി കൂടുതൽ വലുപ്പമാക്കണ്ടെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പുളി പിഴിഞ്ഞതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മാങ്ങയൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. മാങ്ങയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതാ നന്നായിട്ട് ഇളക്കി എടുത്തിട്ട് നമുക്കിതിലോട്ട് കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. കല്ലുപ്പ് അങ്ങനെ യൂസ് ചെയ്യാറില്ല, പൊടിയുപ്പ് കഴിഞ്ഞുകൊണ്ട് ഞാൻ കല്ലുപ്പ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം. എന്നിട്ട് മീൻ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മീൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരുപാടൊന്നും ഇളക്കണ്ട. ജസ്റ്റ് ആ മീൻ അതിനെ ഒന്ന് താഴ്ത്തി വെച്ചാൽ മതി. അടച്ച് വെച്ചിട്ട് മീനൊക്കെ വെന്ത ശേഷം തേങ്ങ, ഞാനിവിടെ ഒരു 1.5 തേങ്ങ എടുത്തിട്ടുണ്ട്. എനിക്ക് പൊതുവേ ഉണ്ടല്ലോ അതിൽ മത്തിയൊക്കെ മുളക് ഇടുന്നതാണ് ഇഷ്ടം കറി വെക്കണിക്കാട്ടിലും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് തേങ്ങ അരച്ച കറി തന്നെയാണ് ഉണ്ടാക്കുന്നത്. തേങ്ങ ഒഴിച്ചു കൊടുത്തിട്ട് പതിയെ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി അടച്ച് വെച്ചിട്ട് ചെറിയൊരു തള മതി കേട്ടോ.
കുറച്ചുകൂടെ കറിവേപ്പില ഇട്ടിട്ട് ഞാൻ വീണ്ടും അടച്ച് വയ്ക്കുന്നുണ്ട്. സംഗതി സെറ്റായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിനി ചോറും ഉപ്പേരിയും മാത്രം വെച്ചാൽ മതി. പിന്നെ മീനൊന്ന് ഫ്രൈയും കൂടെ ചെയ്തിട്ട് എടുക്കാൻ വിചാരിച്ചു കുളിക്കാൻ പോകുന്നതിന് മുമ്പേ. പിന്നെ ഇതാ ചോറ് കുക്കറിലാക്കി വെച്ചിട്ടുണ്ട്, 2 വിസിൽ മതി. പിന്നെ ഉപ്പേരിക്കുള്ളത് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ എല്ലാം കൂടെ മിക്സഡ് ആണ് കേട്ടോ. വെജിറ്റബിളൊക്കെ കഴിഞ്ഞു, ഇനി റീഫിൽ ചെയ്തിട്ട് വേണം, ഫ്രിഡ്ജിൽ ഫില്ല് ചെയ്തിട്ട് വേണം കേട്ടോ. അതിന് മുമ്പ് ഫ്രിഡ്ജൊന്ന് ക്ലീൻ ചെയ്തിട്ടും കൂടെ എടുക്കണം. അപ്പം ഞാനിതാ ഫ്രൈ ആക്കാനുള്ള പാത്രം, ഉപ്പേരി വെക്കാനുള്ള പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ എല്ലാം കൂടെ ഒന്ന് അതിലോട്ട് ഇട്ട് കൊടുത്തു. ഫ്രൈ ആക്കാനുള്ള മസാല തേച്ച് വെച്ച മീനും റെഡിയാണ് കേട്ടോ. ഇനി നമ്മുടെ മീനിങ്ങനെ ഒരു ഓവർനൈറ്റ് ഫുള്ള് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട കേട്ടോ. നമ്മൾ പൊരിക്കണതിൻ്റെ 1 മണിക്കൂർ മുന്നേ മസാല കൂട്ടി പുറത്ത് വെച്ച് കൊടുത്താൽ മതി. ഇന്ന് ശരിക്കും എനിക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നല്ല ദേഷ്യം വരുന്നുണ്ട്, നായ്ക്കളുടെ സൗണ്ട് കാരണം. എല്ലാം കൂടെ അവിടെ കച്ചറാക്കുന്നുണ്ട് തോന്നുന്നു. അപ്പോൾ 1 മണിക്കൂർ മുമ്പേക്ക് മസാല പുരട്ടി കൊടുത്താൽ മതി കേട്ടോ ശരിക്കും പറഞ്ഞാൽ. എന്നിട്ട് നമുക്ക് ഇതാ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പുറത്ത് നമ്മുടെ ഉപ്പേരിക്കുള്ള ഇതൊക്കെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, കാരണം ഞാൻ ഒരുപാട് വെള്ളം ഒഴിക്കാറില്ല ഉപ്പേരി വയ്ക്കുമ്പോൾ. തേങ്ങ അവിടെ ചിരവി സെറ്റായി വെച്ചിട്ടുണ്ട്. പിന്നെ ആ ഒരു സമയം കൊണ്ട് തന്നെ വേഗം പാത്രം കഴുകി എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് പണി തീരും എന്നൊക്കെ നമ്മൾ വിചാരിക്കും. എന്നാലും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരുമ്പോൾ കുറച്ചൊക്കെ സമയമാകും. അപ്പോൾ ഇതാ പാത്രങ്ങളൊക്കെ ഒന്ന് വേഗം കഴുകിയെടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയാം. ലൈക്ക് ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ വീണ്ടും ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റും ചെയ്യണം. നിങ്ങൾക്ക് എന്തൊക്കെ ചോദിക്കാനുണ്ട് അല്ലെങ്കിൽ എന്തെല്ലാം പറയാനുണ്ട് വെച്ചാൽ അതെല്ലാം കമൻറ്റ് ചെയ്യണം കേട്ടോ. അതേപോലെ ഞാൻ കുറേ ദിവസമായിട്ട് കഹാനിയെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ എൻ്റെ വ്ളോഗിൽ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് കേട്ടോ, കഹാനി എന്തായി, കഹാനി ഡ്രസ്സുകളില്ലേ, ഡ്രസ്സ് കളക്ഷൻ ഇല്ലേ, ഒന്നും അപ്ഡേറ്റ് ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഒരു 3-4 കമൻറ്റ് തന്നെ ഒരു ഇതിന്ന് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ അത് മറക്കും ചെയ്യും കഹാനിയെക്കുറിച്ച് പറയാൻ. നമ്മുടെ കഹാനി അവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. കണ്ടെയ്ൻമെൻറ്റ് സോണാണ് തോന്നുന്നു ഇപ്പം, നിപ്പയല്ലേ മണ്ണാർക്കാടൊക്കെ. പക്ഷെ 6 മണി വരെ നമ്മൾ ഓപ്പൺ ആണ്, ആൾക്കാരൊക്കെ വരാറുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ പോകുന്നുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ തന്നെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും അവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ വേഗം പോവുക. നമ്മളവിടെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. അതേപോലെ റെൻറ്റിന് ഡ്രസ്സുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും പോവുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത് ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ ഫോട്ടോസ് കാണിച്ചു കൊടുത്താൽ മതി. ബ്രൈഡ് മെയ്ഡ്സിൻ്റെ ഡ്രസ്സ് നമ്മൾ ഓക്കെ ആക്കി കൊടുക്കും. അതുപോലെ അറബിക് നെയ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കി കൊടുക്കും. അതിൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടോ, അറബിക് നെയ്റ്റിൻ്റെ പരിപാടികളല്ല, അതിന് വേണ്ടിയിട്ടുള്ള ഓർണമെൻറ്റ്സ് ആണെങ്കിലും ഒക്കെ കേട്ടോ. അപ്പോൾ എന്തായാലും കഹാനിയെക്കുറിച്ച് എനിക്ക് അതാണ് പറയാനുള്ളത്. ഒരു പ്രോബ്ലം ഇല്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് കേട്ടോ. പിന്നെ മീൻ വറുക്കലും ഉപ്പേരി ഉണ്ടാക്കലും കറി ഉണ്ടാക്കലും ചോറ് വെക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ സ്ഥിരം തുടക്കാൻ വേണ്ടി ഞാൻ പോയിട്ടുണ്ട്. നമ്മൾ പിന്നെ ഇപ്പോൾ ഡീപ്പായിട്ടൊന്നും അല്ലല്ലോ ക്ലീൻ. അപ്പോൾ ഇത്രയും പണികളൊക്കെ എങ്ങനെ ചെയ്യാൻ കഴിയുന്നു എന്നൊക്കെ ചോദിക്കാറുണ്ട് എന്നോട്. ഇത് നമ്മൾ നോർമൽ ഒരു ഹൗസ് വൈഫ് ചെയ്യുന്നത് തന്നെയാണ്. നമ്മുടെ വീഡിയോസിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഹെവി ആയിട്ട് തോന്നുമായിരിക്കും. പിന്നെ എനിക്കിങ്ങനെ സമയമാവണതിൻ്റെ റീസൺ വീഡിയോസ് എടുക്കണോണ്ടാണ് കേട്ടോ, അല്ലാണ്ടൊന്നുമല്ല. അല്ലാണ്ടിരുന്നാലും എൻ്റെ പണികളൊക്കെ വേഗം തീർക്കും കേട്ടോ. 10 ആകുമ്പോഴേക്കും പണികൾ കഴിയും കേട്ടോ വീഡിയോ എടുത്തില്ലെങ്കിൽ. പിന്നെ നമ്മുടെ ചിക്കൻ നൂഡിൽസ് ഞാൻ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതാ ചിക്കനിലോട്ട് പെപ്പറും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും സോയാ സോസും ഒഴിച്ചിട്ട് ഒന്ന് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇച്ചിരി കഴിഞ്ഞിട്ട് ഞാൻ ഓയിലിൽ ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ, എല്ലാ ചിക്കനും ഇട്ടിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സംഭവം. അല്ലാണ്ട് മറ്റേ നൂഡിൽസ് ആണെങ്കിൽ ഇതിലും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. ഒന്ന് വെന്ത ശേഷമാണ് കേട്ടോ ഞാൻ ഇതിലോട്ട് മുട്ടയൊക്കെ ഒന്ന് ബീറ്റ് ചെയ്ത് ഇടുന്നത്. മുട്ടയിലോട്ട് കുരുമുളക് പൊടി ഉപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ബീറ്റ് ചെയ്തിട്ട് ഇടുന്നത്. ഒന്ന് സൈഡിലോട്ട് ചിക്കനൊക്കെ മാറ്റി വെച്ചിട്ട് ഈ സൈഡിൽ എഗ്ഗ് ഒഴിച്ചിട്ടാണ് കേട്ടോ നമ്മൾ സെറ്റാക്കി എടുക്കുന്നത്. പിന്നെ ഈ ഒരു നൂഡിൽസാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിലോട്ട് വേണ്ട വെജിറ്റബിളൊക്കെ ഞാൻ അവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതെല്ലാം നമുക്കൊന്ന് സെറ്റാക്കി എടുക്കണം.
ഒന്ന് സ്ക്രാമ്പിളാക്കിയിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. സംഭവം റെഡിയാണ് കേട്ടോ. ഇനി ഇതാ ഒരു ഒനിയൻ ചോപ്പ് ചെയ്തത് എടുത്തിട്ടുണ്ട്, മല്ലിയിലയും കുറച്ച് ഓയിലിലോട്ട് അതങ്ങ് ചേർത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ ക്യാരറ്റ് ഇവിടെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, ക്യാപ്സിക്കം നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, ക്യാബേജും അതുപോലെ തന്നെ അരിഞ്ഞതെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് വീണ്ടും വഴറ്റിയെടുക്കണം കേട്ടോ. ഒന്ന് അടച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട് ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതാ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെ ഈപ്പിയുടെ മസാലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ന്യൂഡിൽസ്, മറ്റേ ന്യൂഡിൽസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിലോട്ട് മറ്റേ ചിക്കൻ മസാലയോ അതേപോലെ വലിയ ജീരകപ്പൊടി ഇങ്ങനത്തെയൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ, മല്ലിപ്പൊടിയൊക്കെ. പിന്നെ സോസായിട്ട് സോയാ സോസ് എടുക്കുന്നുണ്ട്, റെഡ് ചില്ലി സോസ് എടുക്കുന്നുണ്ട്, ടൊമാറ്റോ സോസ് എടുക്കുന്നുണ്ട്. എല്ലാം ഓരോ സ്പൂൺ വീതമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഷെസ്വാൻ സോസ് മാത്രം ഞാൻ 2 സ്പൂണ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം എരിവുള്ള സോസാണ് കേട്ടോ ഇത്, അതുകൊണ്ട് തന്നെ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച് നമ്മുടെ ചിക്കനും എഗ്ഗൊക്കെ ഇല്ലേ, അത് ഇതിലോട്ട് ചേർത്തി കൊടുത്തിട്ട് ഉപ്പൊക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യണം കേട്ടോ ഈ സമയത്ത്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിയിട്ട് ഞാൻ ഈ മസാല ഈ പാത്രത്തിൽ നിന്നൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഞാൻ 2 കട്ട ന്യൂഡിൽസിലോട്ട് 1 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ എടുക്കാറ്. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തിളച്ച ശേഷം നമ്മളിവിടെ ന്യൂഡിൽസ് നിരത്തി കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നല്ലോണം വെന്തോടരുത് കേട്ടോ. ഒരു 1/4 വേവൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് മസാല ഇട്ട് കൊടുക്കണം, നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഓപ്പൺ ആക്കിയിട്ട് ഇളക്കി കൊടുക്കണം. ഒത്തിരി വെള്ളം ഒഴിച്ച് കണ്ട് കഞ്ഞി പോലെ ആക്കി എടുക്കരുത് കേട്ടോ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ തിളപ്പിച്ച് ഊറ്റിയെടുക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പാത്രത്തിൽ തന്നെ സംഗതിയെല്ലാം സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. പിന്നെ ഇതാ നമ്മുടെ മസാലയൊക്കെ ഇവിടെ ഇങ്ങനെ നിരത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം. എല്ലാവിടെയും എത്തട്ടെ കേട്ടോ ഈ മസാലയൊക്കെ. അടച്ചു വയ്ക്കുക. സംഗതി നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ എന്നോട് റെസിപ്പി വീണ്ടും ചോദിച്ചപ്പോഴാണ് ഞാൻ ഇത് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കണം. നമ്മുടെ ഇൻസ്റ്റയും യൂട്യൂബും FB ഒക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. എന്തായാലും ഇന്ന് കുറച്ചധികം ലോങ് തന്നെ ആയിട്ടുണ്ട് നമ്മുടെ വീഡിയോ. എന്തായാലും ഇഷ്ടമായി കഴിഞ്ഞാൽ പറയണേ. അപ്പോൾ എല്ലാവർക്കും ബൈ.